DSR ടെക്നിക്കലി ബ്രില്യൻ്റ് ആയ വളരെ ഒരു മികച്ച ഒരു ഹൊറർ ജോണറുള്ളൊരു സിനിമ. അപ്പം നമുക്കറിയാം മലയാളത്തിൽ അങ്ങനെ എപ്പോഴും ഇറങ്ങുന്നൊരു ജോണറുള്ളൊരു ഫിലിമൊന്നുമല്ല ഈ ഹൊറർ എന്ന് പറയുന്നത്. അപ്പം അത് ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ആദ്യം തന്നെ ഇംഗ്ലീഷ് ഫിലിംസുമായിട്ടുള്ള കമ്പാരിസൺ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പം എങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും മലയാളത്തിൽ ഇന്ന് വരെ ഇറങ്ങിയതിൽ വെച്ചിട്ട് വളരെ മികച്ച ഒരു സിനിമയെന്ന് ഞാൻ ഇവിടെ പറയും. കാരണം മറ്റൊന്നുമല്ല, ഡയറക്ടർ രാഹുൽ, ആ ഒരു പേര് മാത്രം മതി. പുള്ളിയുടെ ഐഡന്റിറ്റി തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഭൂതകാലം എന്ന് പറയുന്നൊരു സിനിമ. അത് കഴിയുമ്പം പ്രമേയുഗം. അപ്പോൾ ഈ രണ്ട് സിനിമയും കണ്ടിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും നല്ലൊരു എക്സ്പെക്ടേഷൻ തന്നെയായിരിക്കും ഈ ഒരു മേക്കറിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്നത്. യെസ്, ആ ഒരു എക്സ്പെക്ടേഷൻ 100%, മോർ ദാൻ 100% പുള്ളി ഇവിടെ തന്നിട്ടുണ്ട്. വളരെ മികച്ച രീതിയിലുള്ളൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സിനിമ. അതിൻ്റെ കൂടെ തന്നെ ക്രിസ്റ്റഫറിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സ്കോർസ്, ഇതെല്ലാം തന്നെ നന്നായിട്ടാണ് സിനിമയിലുടനീളം സിങ്കായി പോകുന്നത്. കൂടാതെ നമ്മുടെ പ്രണവിന്റെ അഭിനയം ഒട്ടും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു നല്ല രീതിയിലുള്ളൊരു കാസ്റ്റിംഗ് തന്നെയായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം കാണുന്നവർക്ക് അതുപോലെ തന്നെ ആയിരിക്കും ഫീൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ സിനിമയുടെ വേറൊരു പോസിറ്റീവ് എന്നത് എനിക്ക് തോന്നിയത് സിനിമയുടെ ഒരു ഡ്യൂറേഷനാണ്. 2 മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു കഥ ഇവിടെ അവർക്ക് ഓഡിയൻസിനെ കൺവേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. താങ്ക് യു.